ഈ വീഡിയോയിൽ എങ്ങനെയാണ് മാപ്പും അതുപോലെ പൈ ചാർട്ടും ഉപയോഗിച്ച് ഒരു ഡാറ്റയെ കൂടുതൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. അതിനെ മാപ്പ് ചാർട്ട് ഓപ്പൺ ചെയ്ത് ക്യാൻവാസിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായി ഞാൻ ആദ്യം സ്റ്റേറ്റ് ലൊക്കേഷനിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഫോർമാറ്റ് ടാബിൽ നിന്ന് ബബിൾ സൈസ് ഒരൽപ്പം ഇൻക്രീസ് ചെയ്ത് വെച്ചു. നമുക്കറിയാം നമ്മുടെ ഡാറ്റയിൽ കാറ്റഗറി എന്നൊരു കോളമുണ്ട്. അതിൽ 3 യുണീക്ക് വാല്യൂസാണുള്ളത്. പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതേ കാറ്റഗറിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു കാറ്റഗറിയെ ലെജൻസിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ ബബിൾസൊക്കെ പൈ ചാർട്ടായി കൺവേർട്ട് ആയത് കാണാം. ഈ ഒരു പൈ ചാർട്ടിലെ 3 കളേഴ്സ് 3 ഡിഫറെൻറ്റ് കാറ്റഗറി സൂചിപ്പിക്കുന്നത്. അതായത് ഫർണിച്ചർ, ഓഫീസ് സപ്ലൈസ് ആൻഡ് ടെക്നോളജി. ഈ 3 കാറ്റഗറിയാണ് ഈ 3 കളേഴ്സ് സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ ഒരു കളർ മാത്രമായുള്ള ബബിളും നമുക്ക് കാണാൻ കഴിയും. അതായത് അവിടെ ഫർണിച്ചർ മാത്രമാണ് സീലായിട്ടുള്ളത്. പക്ഷേ ഈ പൈ ചാർട്ടൊക്കെ ഒരേ ആംഗിളിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ ഡാറ്റ പോയിൻറ്റ്സും 120 ഡിഗ്രി ആംഗിളിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെയിൽസ് എന്നുള്ള കോളം നമുക്ക് ബബിൾ സൈസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബബിൾ സൈസ് മാറിയതായും, അതായത് ഓരോ ബബിളിൻ്റെ സൈസ് അവിടെ കൂടുതൽ സെയിൽസ് നടത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൈ ചാർട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി അവിടെ കൂടുതലായി സെയിൽ നടത്തിയിട്ടുണ്ടെന്ന്. കേഴ്സർ നമ്മൾ ഓരോ പൈ ചാർട്ടിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഓരോ കാറ്റഗറിയുടെയും സെയിൽ എത്രയാണ്. ആ സെയിൽ അനുസരിച്ച് പൈ ചാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെയാണ് സിമ്പിളായി പൈ ചാർട്ട് മാപ്പുമായി അസോസിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് എന്ന കോളം ലൊക്കേഷനിലേക്കും കാറ്റഗറി എന്ന കോളം ലെജൻഡിലേക്കും അതുപോലെ ബബിൾ സൈസിലേക്ക് സെയിൽസ് എന്ന കോളവും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഫോർമാറ്റ് ടാബിൽ നിന്നും നമുക്ക് ആവശ്യമായ ബബിൾ സൈസ് ചൂസ് ചെയ്തു. ഇത്രയാണ് ഒരു പൈ ചാർട്ട് മാപ്പുമായി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടത്.